കൊച്ചി തമ്മനത്ത് ജലസംഭരണിയുടെ പാളി തകർന്ന അപകടമുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ സംസാരിക്കുന്നു. അതിലേക്ക് വീടിനകത്താവട്ടെ പിന്നെ കുറച്ച് വെഹിക്കിൾസ്ക്കും എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു 30% കൊച്ചിൻ കോർപ്പറേഷനുടെ കുടിവെള്ളത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടി വരും. ചേർന്നൽ പഞ്ചായത്തും പിന്നെ നമ്മുടെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്ന് 11 അവർ ഇറങ്ങിയിട്ടുണ്ട് കോട്ടയത്തിൽ നിന്ന്. ഇന്ന് 11 മണിക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. എല്ലാ ഒഫീഷ്യൽസും പിന്നെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഹൗ ഡു വി ഗോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽസ് ഇപ്പോൾ എത്താനേ പോവുകയുള്ളൂ. വി വിൽ ഡു ദ അസസ്മെൻറ്റ്. എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ടോ, അതൊക്കെ എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ത്വരിതഗതിയിൽ വി വിൽ എൻഷുർ ദാറ്റ് ദ വർക്ക് സ്റ്റാർട്ട്സ്. വാട്ടർ സപ്ലൈക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കൊച്ചിയിൽ. അപ്പോൾ അതെന്താണ് അതിനൊരു റെമഡി ആയിട്ടുള്ളത്? സോ റെമഡി ആയിട്ടുള്ളത് വി വിൽ ഡു അഡീഷണൽ പമ്പിംഗ്. നമ്മൾ അഡീഷണൽ പമ്പിംഗ് ചെയ്യേണ്ടി വരും. സോ അതിരുടെ ഒരു കാര്യം 11 മണിയുടെ മീറ്റിംഗിൽ നമ്മൾ ചർച്ച ചെയ്യും. സോ എവിടെ നിന്ന് അഡീഷണൽ പമ്പിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ ഈ വാട്ടറിൽ എത്ര വെള്ളം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു സൊല്യൂഷൻ നമ്മൾ 11 മണിക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ദാറ്റ് വിൽ എൻഷുർ ദാറ്റ് ആർക്കും ഒന്നും ബുദ്ധിമുട്ടാവാതെ മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു മേ ബി കുറച്ച് കാലത്തിലേക്ക് മാത്രമാണ്, ഫ്യൂ അവേഴ്സ് മെയിൻലി. സോ 11 o'clock വി വിൽ ഗിവ് യു എ കൺക്ലൂസീവ് ഒരു ഇത് എങ്ങനെ ഉണ്ടായിരിക്കും. എല്ലാ ഒഫീഷ്യൽസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽസും ഇൻക്ലൂഡിങ് കോർപ്പറേഷൻസ് ആ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. സോ അതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് സോ വിൽ എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് അസിസ്റ്റ് പ്രോപ്പർലി. ആൻഡ് എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ അധികം വെള്ളം സപ്ലൈ ചെയ്യുന്നത് ടാങ്കറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ കിടക്കാം. നമ്മുടെ വില്ലേജ് ഓഫീസറും പിന്നെ തഹസിൽദാർമാരും എല്ലാം ഇവിടെ ഇങ്ങോട്ട് വരികയാണ്. അവർ വന്ന ശേഷം വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്. സോ വി വിൽ സ്റ്റാർട്ട് ദ അസസ്മെന്റ്. അവരുടെ അസസ്മെന്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നു. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയാണ്. ഈ ദുരിതം ഉണ്ടായ വീടുകളൊക്കെ ജില്ലാ കളക്ടർ സന്ദർശിക്കുന്നു. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. പ്രദീപ് ജോസഫ്, ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഈ ദുരിതമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയാണോ? എന്താണ് തുടർ നടപടികളായി കളക്ടർ നൽകുന്നത് നിർദ്ദേശങ്ങൾ? മോദി ജില്ലാ കളക്ടർ ഈ തമ്മനം ജലസംഭരണിയും പരിസര പ്രദേശങ്ങളും ഈ വീടുകളിലെ മതിൽ ഇടിഞ്ഞതും അത്തരം നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. MLA മാരായ TJ വിനോദ്, ഉമാ തോമസ് എന്നിവരും ഒപ്പമുണ്ട്. ഏതാണ്ട് 10:30 മണിയോടുകൂടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ തമ്മനത്ത് എത്തിച്ചേരും. അതേസമയം ഈ ജലസംഭരണിയുടെ അടിത്തറ ഇരുന്നു പോയതാണ് അപകട കാരണമെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ജല അതോറിറ്റി എത്തിയിരിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ 30% പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ചേരാനെല്ലൂർ പഞ്ചായത്ത്, തൃപ്പൂണിത്തുറ, പേട്ട എന്നീ പ്രദേശങ്ങളിലും ജലവിതരണം തടസ്സപ്പെടും. അതേസമയം ജലവിതരണം പുനഃസ്ഥാപിക്കാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കുന്നു. 3 പൈപ്പുകളാണ് ഈ സംഭരണശാലയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ 2 പൈപ്പുകൾ വഴി വെള്ളം എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 3ാമത്തെ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന പ്രദേശത്താണ് ഈ പൊട്ടൽ അല്ലെങ്കിൽ ഈ തകർച്ച ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പരമാവധി പ്രദേശങ്ങളിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ജല അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ജലവിതരണം എത്ര നാൾ കൊണ്ട് ശരിയാകുമെന്ന കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. അതേസമയം ജലസംഭരണി നിറച്ച് ഇനിയും വെള്ളം നിറയ്ക്കും മുൻപ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സംഘം ഉൾപ്പെട്ട ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം അടിത്തറ തകർന്നതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്ന വ്യക്തമായ സാഹചര്യത്തിൽ വീണ്ടും വെള്ളം നിറയ്ക്കും മുൻപ് വെള്ളം നിറയ്ക്കാൻ അത് യോഗ്യമാണോ, അതായത് ഇനിയും ഒരു അപകട സാധ്യതയുണ്ടോ, വെള്ളം നിറച്ചാൽ കൂടുതൽ ഭാഗങ്ങൾ എന്തെങ്കിലും തള്ളിപ്പോകാൻ സാധ്യതയുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ധ അഭിപ്രായം തേടേണ്ടതുണ്ട്. ജല അതോറിറ്റി എഞ്ചിനീയർമാർക്ക് മാത്രം തീരുമാനിക്കുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ സമിതി എന്നുള്ള നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രതിനിധികളുടെ ഉൾപ്പെടെ പരിഗണനയ്ക്ക് ഇക്കാര്യമിടും. അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും പൂർണ്ണമായും ഈ ജലസംഭരണിയിൽ വെള്ളം നിറയ്ക്കുക. എന്തായിരുന്നാലും കഴിയുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ജലവിതരണം പരമാവധി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തുണ്ട്. പക്ഷേ മനുഷ്യന്റെ നിയന്ത്രണത്തിനും അതീതമായ ഒരു കാരണത്താലുണ്ടായ ഒരു അപകടമാണ്. പ്രദീപിലേക്ക് മടങ്ങി വരാം. നിലവിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ നിന്നും മരടിൽ നിന്നും വരുന്നത് നമ്മൾ ബൈഫക്കേറ്റ് ചെയ്ത് 2 സ്ഥലത്തേക്കായിട്ട് വെള്ളം വീണ് അത് നിറച്ച് അവിടെ നിന്ന് പമ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്പിന്റെ ഭാഗത്തിനാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നേക്കുന്നത്. ആ നടുവിലത്തെ കമ്പാർട്ട്മെന്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പകുതി ഭാഗം ഉപയോഗിച്ച് നിലവിലുള്ള ജലവിതരണം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 40 വർഷം പഴക്കമുള്ള ടാങ്കാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. നമ്മൾ ഏതായാലും രണ്ടാമത് ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാട്ടർ അതോറിറ്റിയുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എടുത്തതിന്റെ കൂടെ
ഒരു തേർഡ് പാർട്ടി ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊരു ഒപ്പീനിയനും കൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ ലോഡ് ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. വർക്ക് ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. അല്ല, നമ്മൾ ഇന്നലെ രാത്രി 2:30-ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2:30-ക്ക് ശേഷം ആണ് വെള്ളം സപ്ലൈ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലുവയിൽ നിന്നും മരടിൽ നിന്നുള്ളത് ഓഫ് ചെയ്തിട്ട് ഈ 1200 ആലുവയിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആലുവയിൽ നിന്ന് 3 പൈപ്പ് ലൈനുകൾ വഴിയാണ് എറണാകുളം കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തുന്നത്. ഒരു 900 mm വ്യാസമുള്ള പൈപ്പ് ലൈനുണ്ട്, 1050 mm ഉണ്ട്, 1200 ഉണ്ട്. ഈ 1200 പൈപ്പ് ലൈനിലൂടെയാണ് നമ്മളുടെ ഈ കൊച്ചി നഗരത്തിലേക്കുള്ള ഈ തമ്മനം പമ്പ് ഹൗസിൽ വെള്ളം എത്തുന്നത്. അതിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ബാക്കി 2 പൈപ്പ് ലൈനുകൾ വഴിയുള്ള ലൈനുകൾ വെള്ളം സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. ഈ കൊച്ചി കോർപ്പറേഷന്റെ ഏകദേശം 30% ഭാഗത്തെയും അതുപോലെ ചേരാനല്ലൂർ പഞ്ചായത്തിനെയും ആണ് ഇത് ബാധിക്കുക. ജലസംഭരണി തകർന്ന് ഉണ്ടായ വെള്ളം കുത്തിയൊലിച്ച് പോവുകയായിരുന്നു. അതിലൊരുപാട് കേടുപാടുകളൊക്കെ വീടുകൾക്കും വാഹനങ്ങൾക്കും ഒക്കെ ഉണ്ടായി. ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം എന്നതാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അടക്കം ഉള്ളവർ പറഞ്ഞത്. ജില്ലാ കളക്ടറും നേരത്തെ ഈ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ജലവിതരണം തടസ്സപ്പെടും, അതിനെ മറികടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുമെന്നാണ് പറഞ്ഞത്. പ്രദീപ്, നമ്മുടെ വില്ലേജ് സ്റ്റാഫ് വരുന്നുണ്ട്, അത് അസസ്മെന്റ് അപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്തെല്ലാം. ജില്ലാ കളക്ടർ അവിടെ സന്ദർശനം നടത്തുകയാണ്. വീട്ടുടമകളൊക്കെ പരാതികൾ പറയുന്നുണ്ട് ജില്ലാ കളക്ടറോട്. പുലർച്ചെ 2 മണിക്കാണ് സംഭവം ഉണ്ടായത്. വീട്ടിലേക്ക് ശക്തമായി വെള്ളവും ചെളിയും ഇരച്ചെത്തുകയായിരുന്നു. തുടർന്ന് വലിയ നാശനഷ്ടം ഈ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും അവർ നേരത്തെ നമ്മുടെ പ്രതിനിധി പ്രദീപ് ജോസഫിനോടും ബിന്നിലിനോടും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.